നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോട്ടയത്ത് നടന്ന ഇരട്ട കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിലെ പ്രധാന പ്രതിയായിട്ടുള്ള അമിതിനെ ചൊല്ലിയുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ ഈ ഒരു വ്യവസായി, അതായത് കൊല്ലപ്പെട്ടിട്ടുള്ള വ്യവസായി, അദ്ദേഹം സൗദിയിലാണ് കൂടുതൽ കാലം ഉണ്ടായിരുന്നത് എന്നും കോടികളുടെ സമ്പാദ്യം സൗദിയിൽ നിന്ന് മാത്രം നേടിയിട്ടുണ്ട് എന്നും പറയുന്നു. എങ്ങനെയാണ് ഈ സൗദിയിൽ നിന്ന് ഇദ്ദേഹം മുന്നോട്ട് വന്നത്, വളർന്നത്, എന്തായിരുന്നു ബിസിനസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? അതായത് ഈ കോട്ടയിൽ നടന്ന കൊലപാതകത്തിന് എന്ത് പ്രവാസി മലയാളിയിൽ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും കാര്യമുണ്ട്. ഈ പ്രവാസിയായിട്ടുള്ള, അതായത് വിജയകുമാർ, അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ 1990 ആ കാലഘട്ടങ്ങളിൽ തന്നെ വളരെ വിജയകരമായ ഒരു പ്രവാസിയായിരുന്നു. അതായത് ആദ്യമായി ഒരു ഷോപ്പിൽ നിൽക്കാനായി പോകുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് മനസ്സിലാക്കുകയും പിന്നീട് ഒരു ഫുഡ് മേഖലയിലേക്ക് കടന്നു വരികയും ചെയ്തു. ഹോട്ടൽ മേഖലയിലേക്കാണ് അദ്ദേഹം കടന്നു വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആദ്യ സംരംഭം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുഡ്, ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഫുഡ്, ജാപ്പനീസ് ഫുഡ്, അതുപോലെ തന്നെ ഈ യൂറോപ്യൻ കുസീൻസ്, അങ്ങനെ നിരവധി അനവധി രാജ്യങ്ങളിലെ വിഭവങ്ങളെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് അദ്ദേഹം അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് വെച്ചടി അദ്ദേഹം കയറി വരികയായിരുന്നു. വിജയകരമായ ഒരു പ്രവാസി തന്നെയായിരുന്നു വിജയകുമാർ. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ കാലഘട്ടത്തിൽ, അതെ, ആ കാലഘട്ടത്തിൽ അവിടെ ചെന്നുപെട്ട് അവിടെ സാധാരണ ജോലിക്കാരനായി ചെല്ലുന്നു. പിന്നീട് അദ്ദേഹം വളരുന്നു. നമ്മുടെ യൂസഫ് അലിയുടെ അതേ ഒരു കഥ പോലെയാണ് വരുന്നത്. അങ്ങനെ പല മലയാളികളും ഇന്ന് ആദ്യഘട്ടത്തിൽ കേരളത്തിൽ നിന്നും സൗദിയിലേക്ക് പോയ പല മലയാളികളും ഇദ്ദേഹത്തിന്റെ ഒക്കെ തന്നെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ആളായിരുന്നു. ആരെയും തട്ടിച്ചും വെട്ടിച്ചുമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഒരു ബുദ്ധി രാക്ഷസനായ അദ്ദേഹം 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയാൽ 100 രൂപയ്ക്ക് വിറ്റ് അത്തരം ലാഭം ഉണ്ടാക്കി ജീവിച്ച് വളർന്ന ഒരു പ്രസ്ഥാനമായി മാറിയ ഒരു വ്യക്തിയാണ്. മാത്രമല്ല, ഈ വിജയരാഘവന്റെ വിജയകുമാറിന്റെ എല്ലാ സമ്പാദ്യത്തിന്റെ ആരംഭവും സൗദിയിൽ നിന്നാണ്. പ്രവാസിയായിട്ടുള്ള വിജയരാഘവൻ സമ്പാദിച്ച പണത്തിൽ നിന്നുമാണ് നാട്ടിൽ വന്ന് ഈ പറയുന്ന പോലെ വലിയൊരു ഓഡിറ്റോറിയം ആകുന്നു. അതിനുശേഷമാണ് പിന്നീട് കാര്യങ്ങൾ നീങ്ങുന്നത്. അതേപോലെ തന്നെ സൗദിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഡോക്ടറായിട്ടുള്ള ഭാര്യയും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്തു വന്നിരുന്നത്. കുറെ നാളുകളായി ഇവർ ഇവിടെ തന്നെയാണ് സെറ്റിൽ ചെയ്തിരുന്നത്. സൗദിയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീടാണ് ജോലിയിൽ നിന്നും രാജിവെച്ചതിന് ശേഷം ഇവർ നാട്ടിലേക്ക് സെറ്റിൽ ആകുന്നത് നമുക്ക് ചെയ്യുന്നത്. മാത്രമല്ല, ഈ ഫുഡ് പ്രോഡക്ട്സിന്റെ അല്ലെങ്കിൽ ഈ ഹോട്ടൽ മേഖലയിൽ മാത്രമല്ല, ശബരി എന്ന പേരിൽ ഫുഡ് പ്രോഡക്ട്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന വ്യക്തികളാണ് ഇപ്പോൾ പറയുന്നത്. ശബരി എന്ന പേരിൽ മുളക്, മല്ലി, അതുപോലെ തന്നെ മഞ്ഞൾ തുടങ്ങി ഈ പലചരക്ക് സാധനങ്ങളൊക്കെ തന്നെ പൊടിച്ച് ഈ ഇത്തരം സ്ഥാപനങ്ങൾ, അതായത് സൗദിയിലേക്ക് കൊണ്ട് വിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഇത്തരം ഒരു ഇറക്കുമതിയും കയറ്റുമതിയും ഒക്കെ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ സ്വന്തം ബുദ്ധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം വളർന്നു വന്ന ഒരു പ്രസ്ഥാനമായി മാറിയതായിരുന്നു. പിന്നീടാണ് കോട്ടയത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു ശ്രീവത്സം പോലെ ഒരു കൊട്ടാരം പോലെ, ഒരു കൊട്ടാര സമാനമായ ഒരു വീടൊക്കെ പണിയുന്നതും ഈ ഭാഗത്ത്, അതായത് ഈ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് ഈ ഒരു ഭാഗത്ത് ഒരു വലിയ പ്രൗഢിയായി മാറുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. ഇതിനിടയിൽ ഈ പ്രവാസിയായിരിക്കുന്ന സമയത്ത് തന്നെ ഈ സിഗരറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്നതും ഒരു പതിവാക്കിയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് മറ്റ് ആളുകൾക്കൊന്നും ഒത്തു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം വെച്ചാൽ അത്രമാത്രം ബുദ്ധിയുള്ള, അത്രമാത്രം ഒരു ബിസിനസ് മൈൻഡ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ബിസിനസ് വലിയ രീതിയിൽ ശക്തമായിട്ട് കോടിക്കണക്കിന് 8 കോടിയോളം രൂപ ഒറ്റയടിക്കൊക്കെ സമ്പാദിക്കുന്ന രീതിയിലേക്ക് എത്തുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു വീഴ്ച അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു പാളിച്ച വരുന്നത്. അങ്ങനെ കുറച്ചു കാലം ഒരു ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ പറയുന്നത് പോലെ സിഗരറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ വിറ്റ് വീണ്ടും അദ്ദേഹം തിരികെ ആ ഒരു രീതിയിലേക്ക് എത്തുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന നാട്ടിലെത്തുന്നു. പക്ഷെ നാട്ടിലെത്തിയപ്പോൾ കണ്ടത് വേറെ, നമ്മള് ഒന്നടങ്കം ഞെട്ടിയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് അല്ലെ. അതായത് ഏതൊരു പ്രവാസിയും ഒരു പ്രവാസ ലോകം തിരഞ്ഞെടുക്കുന്നത് അവിടെ പോയി രക്ഷപ്പെടണം, അവിടെ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് ശിഷ്ടകാലമെങ്കിലും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പക്ഷെ തിരികെ വന്നപ്പോൾ മകനില്ല, മകനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഒരു മകളുണ്ട്, ഇപ്പൊ ആ മകളും പ്രവാസിയാണ്, ഇപ്പൊ തിരികെ നാട്ടിലേക്കൊക്കെ വരാൻ തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രവാസിയായിട്ടുള്ള ഇദ്ദേഹത്തിനെയും ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും അതിക്രൂരമായിട്ട് ഒരു തൊഴിലാളി, അതായത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ജോലി ചെയ്തിട്ടുള്ള ഒരു തൊഴിലാളി കൊല്ലുന്നത് എന്നുള്ളതാണ്.
ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇദ്ദേഹത്തിനെ കൊന്നത് തികച്ചും ഈ പറയുന്ന ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതി അമിത്തിന്റെ വ്യക്തിവൈരാഗ്യമാണ് എന്ന് പറയുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. പോലീസ് പറയുന്നത് ഈ അമിത് എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രൊഫഷണൽ കില്ലർ അല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിവൈരാഗ്യം കൊണ്ട് അദ്ദേഹം കൊല ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യ ഈ പറയുന്ന വിജയകുമാർ നൽകിയിട്ടുള്ള പരാതി, അതായത് വിജയകുമാറിന്റെ വീട്ടിൽ നിന്നും ഈ പ്രതി മുമ്പ് ജോലി ചെയ്ത സമയത്ത് ഒരുപാട് കള്ളങ്ങൾ ചെയ്തിരുന്നു. അതിന്റെ പേരിൽ പോലീസിൽ, അതായത് ഇയാൾ ചെയ്ത കള്ളം എന്ന് പറയുന്നത് ഈ പറയുന്ന വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയും അതിൽ നിന്നും 4 അക്കൗണ്ടിൽ നിന്നും ഏകദേശം 2,78,000 രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു എന്നാണ്. മോഷണം പ്ലസ് സാമ്പത്തിക തട്ടിപ്പ് എന്നീ 2 കുറ്റങ്ങളാണ് ചെയ്തിരുന്നത്. അപ്പോ ഈ പരാതിയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പ്രതിയുടെ ഭാര്യ ഇയാൾ ഇട്ടേച്ച് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതി കൊല ചെയ്തത് എന്നാണ് നിലവില് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. പോലീസും ഏകദേശം ആ ഒരു ഫൈൻഡിങ്ങിലേക്കൊക്കെ എത്തി കേസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ് എന്നൊക്കെയാണ് നിലവിൽ വരുന്ന റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷെ ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുണ്ട്. അതായത് ഈ പറയുന്ന പോലീസ് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന അമിത്തിന്റെ മൊഴികൾ, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഈ CCTV ദൃശ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ശരിക്കും ഒരു കേസിൽ ഒരു ചാവേറാകുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലുള്ള പ്രവർത്തനമായിട്ടാണ് അമിത്തിന്റെ ഓരോ കാര്യങ്ങളും നമുക്ക് തോന്നുന്നത്. അതായത് ആദ്യം കൊല ചെയ്യാൻ വേണ്ടി CCTV ക്യാമറകൾ ഉള്ള ഭാഗത്തുകൂടെ തന്നെ മനഃപൂർവ്വം ഒന്നും അറിയാത്ത രീതിയിൽ നടക്കുന്നുണ്ട്. എത്രയോ കാലം എടുത്തിട്ടാണ് അമിത് ഈ കൊല നടത്തിയതെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം പ്ലാൻ ചെയ്ത ഒരു വ്യക്തിക്ക്, ഈ പറയുന്ന വിജയകുമാറിന്റെ വീടും പരിസരവും കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ ഒരു CCTV ക്യാമറ ഉണ്ട് എന്നും അതിൽ പെടരുത് എന്നും, കൊലപാതകമായിരുന്നു ലക്ഷ്യമെങ്കിൽ അത് ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോ CCTVയുടെ മുന്നിലൂടെ യാതൊരു കൂസലുമില്ലാതെ ഒന്നും സംഭവിക്കാതെ ഇയാൾ നടന്നു പോയത് ശരിക്കും കേസിന് ഒരു തുമ്പിട്ട് കൊടുക്കുക, ഞാനാണ് പ്രതി എന്ന് കാണിക്കാൻ വേണ്ടി ഒരു തുമ്പ് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് തോന്നുന്നത്. ഈ തുമ്പിട്ട് കൊടുക്കലിന്റെ ഭാഗമായി ഇപ്പോൾ വരുന്നു CCTV CCTVയുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പ്ലസ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉപേക്ഷിക്കുന്നു. ഒപ്പം അതുപോലെ തന്നെ തന്റെ കൈപ്പറ ഉള്ള, അതായത് വിരലടയാളം പതിഞ്ഞ ആ കൊലയ്ക്കായി ഉപയോഗിച്ച കൊടുവാൾ അല്ലെങ്കിൽ ഈ പറയുന്ന വെട്ടുകത്തി അല്ലെങ്കിൽ ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ഈ വസ്തു ഇത് അവിടെ ഉപേക്ഷിക്കുന്നു. അതായത് ഈ മൃതശരീരത്തിന്റെ മീരയുടെ മൃതശരീരത്തിന് അടുത്തായി തന്നെ ഉപേക്ഷിക്കുന്നു. ഈ ഇത് പറഞ്ഞപ്പോഴാണ്, ഒരു കൊലപാതകം നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്താണ് ഇദ്ദേഹം പോയത് എന്ന് പറയുമ്പോൾ ഡ്രില്ലർ അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ 2 പേരെയും അതിക്രൂരമായിട്ട് കൊന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ അടക്കം ഒഴിവാക്കിയിരുന്നു. അത് ഈ വിജയകുമാറിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി, അവരെ മരിച്ചു കിടക്കുമ്പോൾ അവരെ ഈ നഗ്നമായി കണ്ട് അവരെ അപമാനിതരാവട്ടെ എന്നുള്ള രീതിയിലാണ് ചെയ്തതെന്നൊക്കെയാണ് പ്രതി പറയുന്നത്. മാത്രമല്ല അത്രയും നാളും ഈ പറഞ്ഞ പോലെ തന്നെ സൗദിയിലൊക്കെ പോയി ഇത്രയും വലിയ രൂപ കോടികൾ സമ്പാദിച്ചു വരികയും ആൾക്കാരുടെ മുന്നിലൊക്കെ തന്നെ ഇത്രയും വലിയ പണക്കാരനായി നിൽക്കുന്ന ആളെ ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാന സമയം ആൾക്കാർ അയാൾ ഇങ്ങനെ കണ്ടാൽ മതി എന്ന് തുനിഞ്ഞ് ഇറങ്ങിക്കൊണ്ട് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ അതൊന്നും വിശ്വാസയോഗ്യമല്ല. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ ആ വീട്ടിൽ നിന്നാണ് ലഭിച്ചതെന്ന് പറയുമ്പോൾ, ഇതിനു മുമ്പ് അവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് കാലമായിട്ട് അവിടെ നിന്ന് പുറത്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ അറിയാം കൃത്യമായിട്ട് ആയുധങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ളത്? അല്ലെങ്കിൽ ഒരു വീട്ടില് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച് എന്ന് പറയുന്ന വെട്ടുകത്തി മുതൽ ഡ്രില്ലർ അടക്കമുള്ള ആയുധങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടില് സൂക്ഷിച്ചു വെക്കാറുണ്ടോ? മാത്രമല്ല ഇനി ഡ്രില്ലർ സൂക്ഷിച്ചു വെച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഡ്രില്ലർ സൂക്ഷിച്ചു വെച്ചു, ഒപ്പം അതുപോലെ തന്നെ ഡ്രില്ലർ ഉപയോഗിക്കുമ്പോൾ ശബ്ദമില്ലാത്ത ഡ്രില്ലർ ആണോ ഉപയോഗിച്ചിരുന്നത്? ശബ്ദം ആരും കേട്ടില്ലേ? ഈ പറയുന്ന പോലെ തന്നെ അതായത് ഈ ഒരു വാതിലിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 2 ഭാഗത്തായിട്ട് ജനൽ വരുന്നു, നടുക്കായിട്ട് 2 വശത്തായി തുറക്കാൻ കഴിയുന്ന വാതിൽ വരുന്നു എന്നാണ് പറയുന്നത്. ഈ ജനൽ പടികയിൽ കയറി നിന്നുകൊണ്ട് മുകളിലത്തെ കുറ്റി എടുത്തു എന്നാണ് പറയുന്നത്. ഇത്രയും വലിയ ആഡംബരമായിട്ടുള്ള ഒരു വീട്ടിനകത്ത് ഒരൊറ്റ കുറ്റി മാത്രമേ ഇടുകയുള്ളൂ. മാത്രമല്ല ഒപ്പം ജോലി ചെയ്യുന്ന സൗദിയിൽ ഒപ്പം ജോലി ചെയ്യുന്നത് മറ്റൊരു പ്രവാസി പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ഒരു ചെറുവിരലിൽ പോലും പിടിക്കാനുള്ള ധൈര്യം അല്ലെങ്കിൽ പിടിക്കാനുള്ള ആരോഗ്യം ഈ
പറയുന്ന അമിത്തിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ഫിസിക്കലി ഭയങ്കര ഫിറ്റ് ആണ്, ഫിസിക്കലി ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹൈറ്റും വെയിറ്റും ഒക്കെ തന്നെ അദ്ദേഹം വളരെ ഫിറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഒരു തരത്തിൽ പോലും ഒന്ന് കുതറി മാറാൻ പോലും അദ്ദേഹം ശ്രമിച്ചില്ലേ, അല്ലെങ്കിൽ ഒരു ഉന്തും തള്ളും അവിടെ നടന്നില്ലേ, അല്ലെങ്കിൽ ഒന്ന് നിലവിളിച്ചില്ലേ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മീരയെ ഇപ്പൊ കൊലപ്പെടുത്തിയത്, അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് മീരയും ഒരു പ്രവാസിയായിരുന്നു. അവരെ കൊലപ്പെടുത്തിയത് ഈ പറഞ്ഞ പോലെ തന്നെ ഇയാളെ കൊന്നു കഴിഞ്ഞപ്പോ ആരാ എന്ന് വിളിച്ചാണ് അത്ര വരുന്നത്. മാത്രമല്ല പോലീസ് സംഘം പറയുന്നുണ്ട് വിജയ വിജയ എന്ന് വിളിച്ച് ഇയാൾ ഈ മൊഴി നൽകുമ്പോഴും വിജയ വിജയ എന്ന് വിളിച്ച് മുഖമൊക്കെ തന്നെ ചുമന്ന് തുടുത്ത ആ പക നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ്. ഈ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രതിയെ ഇത്രയും വർണ്ണിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇനി മുൻപുള്ള പല കേസുകൾ, ഇപ്പൊ അഫാൻ അടക്കമുള്ള കൊലപാതകം നടത്തിയ 23 വയസ്സുകാരനെ ഒക്കെ തന്നെ അവരെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞത് അഫാൻ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചുമന്ന് തുടുത്ത് ആ പകയുണ്ട്, ആ മുഖത്ത് ആ പകയുണ്ട് എന്നൊന്നും പറഞ്ഞ് അല്ലെങ്കിൽ അത്ര ഈ പറയുന്നത് പോലെയാണെങ്കിൽ ഈ പ്രതിക്ക് പകയുണ്ടാകും. പക്ഷെ ആ പക മുതലെടുത്തുകൊണ്ട് ഈ വീട്ടില് ഇവരെ കൊലപ്പെടുത്താൻ വേണ്ടി മറ്റൊരു സംഘമോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികളോ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അവരുടെ ഒന്നുകൂടെ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ പക വരാനുള്ള കാരണങ്ങളിൽ ഒന്നായി ഇയാൾ പറഞ്ഞത് എന്നെ ഒരു അടിമയെ പോലെ കണ്ടു, എനിക്ക് കൃത്യമായ ശമ്പളം തരുന്നില്ല, ഒരു മാസത്തോളം ശമ്പളത്തിന് മുടക്കുണ്ട് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ ഇതേ പ്രവാസി, അതായത് ഇദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന മറ്റു പ്രവാസികൾ പറയുന്നത് അദ്ദേഹം കൃത്യമായി പണം നൽകുന്ന ഒരാളായിരുന്നു. എടുത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നത് ബോണസോ അലവൻസോ പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നില്ലെങ്കിൽ പോലും കൃത്യമായ ജോലി, കൃത്യമായ ശമ്പളം പറഞ്ഞ ദിവസം തന്നെ ലഭിക്കുന്ന തരുന്ന ഒരു മുതലാളിയായിരുന്നു, ഒരു ഉടമസ്ഥനായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഒരാളെ പോലും 1 രൂപ പോലും പറ്റിച്ചിട്ട് ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അത്രമാത്രം ഇദ്ദേഹം സത്യസന്ധനാണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുകയല്ല. എങ്കിൽ പോലും അനുഭവമുള്ളവർ പറയുമ്പോൾ നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റില്ല. ഒരു മുതലാളിയെ കുറിച്ച് ഒരു തൊഴിലാളി നല്ല കാര്യം പറയണമെങ്കിൽ അത് ഇപ്പൊ എന്ത് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും ഒരു മുതലാളിയെ കുറിച്ച് നല്ലത് പറയണമെങ്കിൽ 2 തവണ ആലോചിക്കുന്ന ഒരു പ്രകൃതമാണ് പൊതുവെ മലയാളികൾക്ക്. അങ്ങനെയുള്ള ഒരു ആളുകൾക്കിടയിലാണ് ഇയാൾ അത്രയൊന്നും തെറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അങ്ങനെ തൊഴിലാളികളെ പറ്റിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയല്ല എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന അമിത്തിന്റെ ഈ മൊഴികൾ പൂർണ്ണമായി വിശ്വസിച്ച് കേസ് ക്ലോസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അന്വേഷണങ്ങൾ വേണം എന്നുള്ളത് തന്നെയാണ്. അത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഏതോ ഒരു സംഘവും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ ഒരു കേൾക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഉള്ളതോ ഇല്ലാത്തതോ പോലീസ് അത് എന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു ശ്രമം നടത്തണം എന്നുള്ളതാണ്. സാധാരണ ഒരു കേസ് പോലെ എന്തായാലും കോടതിക്ക് വേണ്ടത് തെളിവാണ്. ആ തെളിവായിട്ട് അമിത് ചാവേറിനെ പോലെ മുന്നിലുണ്ട്. ഞാൻ കൊന്നു, എന്റെ പ്രതികാരമാണ് എന്ന് പറഞ്ഞ അമിതുണ്ട്. അപ്പോൾ കോടതിക്ക് വേണമെങ്കിൽ ആ തെളിവ് സ്വീകരിച്ചുകൊണ്ട് കേസ് ക്ലോസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പോലീസിനും അവിടെ കാര്യം സിമ്പിൾ ആണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇതിന് പിറകിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് കണ്ടെത്തിയാൽ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ഇരട്ട കൊലപാതകം എന്നത് ഇനിയൊന്നും കേൾക്കാതിരിക്കാൻ ആ സംഘത്തെ പിടികൂടിയാൽ ഈ ഒരു പ്രശ്നം മാറാൻ സാധിച്ചേക്കും. ഈ പറയുന്ന വിജയകുമാർ ഒരു വിജയകരമായ പ്രവാസിയായിരുന്നു. പ്രവാസികൾക്കൊക്കെ തന്നെ കഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ വിജയവും അതുപോലെ തന്നെ സമ്പാദ്യവും ഒക്കെ തന്നെ നിങ്ങളെ തേടി എത്തുമെന്നതിന് വളരെ വലിയൊരു ഉദാഹരണം തന്നെയായിരുന്നു വിജയകുമാർ എന്ന് പറയുന്ന ഈ വ്യക്തി. ഇദ്ദേഹത്തിന്റെ ഈ ഒരു അന്ത്യം അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. കാരണം ഇങ്ങനെ ഒരു കഷ്ടപ്പാടിൽ നിന്നും വളർന്നു വന്ന് മറ്റുള്ളവർക്കൊക്കെ തന്നെ നിരവധി സ്ഥാപനങ്ങളിൽ ജോലി നൽകുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരം ഒരു വ്യക്തികളുടെ മരണം അതിൽ ചോദ്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതിന് കൃത്യമായ ഉത്തരം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇത്തരം മരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കും. നമ്മുടെ സമൂഹത്തിൽ ആർക്കും എന്തും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള തരത്തിലേക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നിടത്താണ് പ്രശ്നം തുടങ്ങുന്നത്. ഇപ്പോഴേ നമ്മുടെ സമൂഹത്തിൽ കേൾവി ഇല്ലാത്ത തരത്തിലുള്ള കൊലപാതകങ്ങളും ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ പ്രവാസി ആയിക്കോട്ടെ അല്ലാതെ വരട്ടെ, പ്രവാസികൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താം. അതുവരേക്കും നമസ്കാരം.